ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള സഖ്യം വരാൻ സാധ്യതയേറുകയാണ്. കാരണം ഇതിനെ ചൊല്ലി ഇരു പാർട്ടികളും തമ്മിലുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇരു പാർട്ടികളുടെയും കരുത്തുകൂടി പരിഗണിച്ച് മാത്രമേ സീറ്റ് വിഭജനം ഉണ്ടാകൂ. അതുപോലെ സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതയും സീറ്റുകളിൽ അവർക്കുള്ള സ്വാധീനവും കണക്കിലെടുത്ത് മാത്രമേ സീറ്റ് നൽകുകയുള്ളൂ. എന്നാൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ സീറ്റുകൾ യുപിയിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2009 മുതൽ കോൺഗ്രസ് തീർത്തും ദുർബലമാണ് ഉത്തർപ്രദേശിൽ. ചൊവ്വാഴ്ചയായിരുന്നു എസ്പിയും കോൺഗ്രസും തമ്മിൽ ചർച്ചകൾ നടന്നത്. ഇന്ത്യ സഖ്യം യുപിയിൽ ഏതെല്ലാം സീറ്റിൽ മത്സരിക്കുമെന്നാണ് ഇവർ തീരുമാനിച്ചത്. അതേസമയം വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടുതൽ സീറ്റ് നൽകുന്നതിനോട് എതിർപ്പില്ലെന്നാണ് എസ്പി നേതാവ് പ്രതികരിച്ചത്. വിജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളുടെ പട്ടിക ഇരു പാർട്ടികളും ആദ്യം സമർപ്പിക്കണം. അതിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഉണ്ടായിരിക്കണം. അതിനുശേഷം ഒരു മണ്ഡലത്തിന് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ആരാണെന്ന് സഖ്യത്തിൽ തീരുമാനിക്കും. അതിനായി സാമൂഹികവും ജനസംഖ്യാപരവുമായ കണക്കുകൾ പരിശോധിക്കും. ഇതെല്ലാം ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വരണം. ഒരു മണ്ഡലത്തിൽ OBC ജനസംഖ്യയാണ് കൂടുതലെങ്കിൽ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന OBC സ്ഥാനാർത്ഥിയുടെ ജനപ്രീതി പരിശോധിക്കും. അത് വളരെ കൂടുതലാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് ലഭിക്കും. ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസും എസ്പിയും മാത്രമാണ് യുപിയിൽ മത്സരിക്കുന്നത്. SP 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനമാണ് ഉയർത്തിക്കാണിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് 2009 മികച്ച പ്രകടനം നടത്തിയതുമാണ് ഉയർത്തിക്കാണിക്കുന്നത്. 2014-19 വർഷങ്ങളിൽ ഇരു പാർട്ടികളുടെയും പ്രകടനം ദയനീയമായിരുന്നു. കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് യുപിയിൽ നിന്ന് ലഭിച്ചത്. എസ്പിക്ക് 5 സീറ്റുകളാണ് 2 തെരഞ്ഞെടുപ്പിലുമായി ലഭിച്ചിരുന്നത്. കോൺഗ്രസിന് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകളും ലഭിച്ചിരുന്നു. ഇത് വലിയ സർപ്രൈസ് തന്നെയായിരുന്നു. എസ്പിക്ക് ആ തെരഞ്ഞെടുപ്പിൽ 23 സീറ്റുകളാണ് ലഭിച്ചത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 111 സീറ്റുകളാണ് SP നേടിയത്. 32% വോട്ടും ലഭിച്ചിരുന്നു. എസ്പിയുടെ സഖ്യകക്ഷിയായ RLD 8 സീറ്റുകളും നേടിയിരുന്നു. എന്നാൽ കോൺഗ്രസിന് വെറും ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. 399 സീറ്റിൽ അവർ മത്സരിച്ചിരുന്നു. 2.33% അവരുടെ വോട്ടുകൾ താഴുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെ പുതിയ സഖ്യം രൂപീകരിച്ചെങ്കിലും സീറ്റ് വിതരണം പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ പ്രതിസന്ധിയാവുകയാണ്. 80 ലോക്സഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉത്തർപ്രദേശിലടക്കം തർക്കം രൂക്ഷമാണ്. എസ്പിയും കോൺഗ്രസുമാണ് ഉത്തർപ്രദേശിലെ പ്രധാന പ്രതിപക്ഷ കക്ഷികൾ. ചില മേഖലകളിൽ സ്വാധീനമുള്ള RLDയും സഖ്യത്തിന്റെ ഭാഗമാണ്. സീറ്റ് വിതരണം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇരു പാർട്ടികളും വ്യത്യസ്ത പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 18 ദിവസത്തെ ഉത്തർപ്രദേശ് ജോഡോ യാത്രയിൽ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് 11 ജില്ലകളിലെ 16 ലോക്സഭാ സീറ്റുകളാണ് സന്ദർശിച്ചത്. സമാനമായി പ്രവർത്തകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് SP തലവൻ അഖിലേഷ് യാദവ് റാലികൾ നടത്തുകയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ചില ലോക്സഭാ സീറ്റുകളിൽ ഇരു പാർട്ടികളും ശക്തമായ വിലപേശൽ നടത്തിയേക്കാമെന്നിരിക്കെയും SP കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാകുമെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും സഖ്യമുണ്ടാക്കിയെങ്കിലും നേതാക്കൾ വെവ്വേറെയായിരുന്നു പ്രചരണം നടത്തിയത്. BJP വീണ്ടും അധികാരത്തിലെത്തിയതോടെ സഖ്യം കടലാസിൽ മാത്രമാകുകയും ചെയ്തു. സ്ഥിതിഗതികൾ മാറിയെന്നും BJPയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ദേശീയ ശക്തിയായാണ് ന്യൂനപക്ഷങ്ങൾ തങ്ങളെ നോക്കിക്കാണുന്നതെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയും.